വയനാട്ടിൽ ഇന്ന് മുഴുവൻ മൃതദേഹവും സംസ്കരിക്കുമെന്ന് മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. ഇന്ന് ഉച്ചവരെ മൃതദേഹം കാണാൻ ബന്ധുക്കൾക്ക് അവസരമുണ്ടാകും. അക്കാര്യവും മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇനി നമ്മുടെ കയ്യിലുള്ളത് 160. ഞാനിപ്പോൾ ആദ്യമായിട്ട് 24-നോടാണ് ഈ കണക്ക് പറയുന്നത്. 160 പാർട്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 28 അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡീസും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി വന്നാൽ 188 ആവും. 160, 28, 188 ആവും. എല്ലാം വെവ്വേറെ പാഴ്സലുകളാക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്ന് ഈ അൺക്ലെയിംഡ് ബോഡികളും ബോഡി പാർട്സുകളുടെയും സംസ്കാരം പൂർത്തിയാക്കും. പൂർണ്ണമായും കഴിയണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരോടും ബന്ധുക്കളോടൊക്കെ പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഉള്ളൊരു കാര്യം, ഏതെങ്കിലും വിധത്തിൽ ആളുകൾ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇന്നുകൂടി ഉച്ചവരെ ഇത് നോക്കാനുള്ള അവസാനത്തൊരു അവസരം നമുക്ക് നൽകി. ഉച്ചവരെ 3 മണി വരെ അല്ല, ഉച്ചവരെ. അത് കഴിഞ്ഞാൽ നമുക്ക് പാക്കായി പോകേണ്ടി വരും. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 8 മൃതദേഹം സംസ്കരിച്ച മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രക്രിയ നടന്നത്. ഇന്നിപ്പോൾ ഒട്ടേറെ മൃതദേഹമുണ്ട്. ആ തരത്തിലേക്ക് തിരിച്ചറിയാൻ ആളുകൾ എത്തുന്നുണ്ട്. അതിൽ ചിലതെങ്കിലും തിരിച്ചറിയപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ സമയം കൊണ്ടാകാം ഈ പ്രക്രിയയും ഇന്നും നടക്കാൻ പോവുക. 3 മണിക്ക് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? അനുജ, സങ്കീർണമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിലൊക്കെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇനിയും പലതും ഡീകമ്പോസായ നിലയിലാണ്. ശരീരഭാഗങ്ങളാണ് ഭൂരിപക്ഷവും. മന്ത്രി തന്നെ അതിൻ്റെ കണക്കുകൾ സൂചിപ്പിച്ചു. 150-ലധികം മൃതദേഹ ഭാഗങ്ങളാണ്. അതിൽ ക്ലെയിംഡായ പൂർണ്ണമായും ശരീരം എന്ന നിലയ്ക്ക്, മൃതദേഹം എന്ന നിലയ്ക്ക് തന്നെയുള്ള വളരെ കുറഞ്ഞ നമ്പറാണ്. അവശേഷിക്കുന്നവ വിവിധയിടങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങളായി കണ്ടെടുത്തവയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മേപ്പാടി CHCക്ക് സമീപമുള്ള കമ്മ്യൂണിറ്റി ഹാളാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ താൽക്കാലിക മോർച്ചറി ക്രമീകരിച്ച് ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും നിരാക്ഷേപ പത്രം, അതായത് പഞ്ചായത്തിൻ്റെ നിരാക്ഷേപ പത്രം, വിവിധ വകുപ്പുകളുടെയൊക്കെ നിരാക്ഷേപ പത്രമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കണം. മന്ത്രി വ്യക്തമാക്കിയ കാര്യം, ഇന്ന് ഉച്ചവരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കുറേയധികം ആളുകളെ കണ്ടു. അവരൊക്കെ തിരിച്ചറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതിനിവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടി അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് 100-ലധികം മൃതദേഹങ്ങളെങ്കിലും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെങ്കിലും സംസ്കരിക്കുന്നതിലേക്ക് പോവുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായി തന്നെ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിലേക്ക് വളരെ വൈകാതെ തന്നെ കടക്കണം. കാരണം ഇനിയും ഈ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതില്ല, സംരക്ഷിച്ചു വെക്കേണ്ടതില്ല, സംസ്കരിക്കുക തന്നെയാണ് നീതി എന്ന നിലപാടാണ്. കാരണം മിക്കവാറും തിരിച്ചറിയൽ എന്നത് അപ്രായോഗികമാണ് പല ശരീരഭാഗങ്ങളുടെയും കാര്യത്തിൽ. പക്ഷേ DNA സാമ്പിളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. DNA സാമ്പിളുകൾ ശേഖരിക്കുക, അത് പിന്നീട് ഒരു നമ്പറുകളായി തന്നെ സൂക്ഷിച്ച് അതിൻ്റെ പ്രൊഫൈൽ താരതമ്യം പിന്നീട് ഒത്തുനോക്കാം. അങ്ങനെ ഒത്തുനോക്കുമ്പോൾ ആർക്കെങ്കിലും അത് കണ്ടെത്തണം എന്ന ആഗ്രഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രീയമായ വഴി അപ്പോഴും അവശേഷിക്കുന്നുണ്ട്, അത് തടയില്ല. ഒപ്പം ഇന്ന് ഉച്ചവരെ 3 മണി എന്നൊരു നമ്പർ പറയുന്നുണ്ട്. ആ സമയത്തിനകം അങ്ങനെ ആരെങ്കിലും എത്തിയാൽ അതിനിടയിൽ തന്നെ നടപടിക്രമങ്ങൾ സാധ്യമായവ പൂർത്തീകരിക്കുക. അതിനുശേഷം പരമാവധി മൃതദേഹങ്ങൾ, ഇപ്പോൾ തന്നെ പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശം ഉള്ള ഭൂമിയിൽ നിന്ന് 64 സെൻറ്റ് ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ നിലവിലെ സാഹചര്യത്തിൽ ഭൂമിയുടെ എന്തെങ്കിലും തടസ്സമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. അവിടെ ഇപ്പോൾ മതിയായ സ്ഥലമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നമ്പറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്കാരത്തിന് മതിയായ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് എത്തിക്കുക. അവിടെ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി തന്നെ സർവ്വമത പ്രാർത്ഥനകളടക്കം നടത്തി ആദരപൂർവ്വം, അതായത് നൽകാൻ കഴിയുന്ന ബഹുമാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെ ആദരപൂർവ്വം അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്ന നിലയിലേക്ക് പോവുക. അത് വൈകിട്ടോടുകൂടി, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കൂട്ടത്തോടു കൂടിയുള്ള സംസ്കാരം നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ ഒരു 7 മണിയോടെയെങ്കിലും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക, അങ്ങനെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക എന്ന നിലയ്ക്കുള്ളൊരു ക്രമീകരണമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ പരമാവധി മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്ന് തന്നെയാണ്. അത് നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി ചെയ്യാൻ കഴിയുക, ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് ഇത് ഇവിടെ വന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തണമെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകില്ല. അവർ വരിക, ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തുക, ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ സമീപിക്കുക, കാര്യങ്ങൾ പറയുക, അവർക്ക് അതിനുള്ള അവസരം നൽകും. അതിനുശേഷവും ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇപ്പോൾ തുടരുന്ന നടപടിക്രമങ്ങൾ തന്നെ പ്രകാരം തുടരും. ഏതായാലും ഇന്നൊരു 7 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പങ്കുവയ്ക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. 30-ലധികം മൃതദേഹങ്ങൾ, അതുപോലെ 150-ലധികം ശരീരഭാഗങ്ങൾ, അത് ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കരിക്കാൻ പോകുന്നു.